വരുമാനം കുറഞ്ഞു വരുന്ന ഒരു മാന്ദ്യകാലത്തിലൂടെ പോകുമ്പോൾ ചെലവുകൾ കുറയ്ക്കുക എന്നുള്ളതാണ് വരുമാനം കൂട്ടുന്നതിന് തത്തുല്യമായ നടപടി. കാരണം എന്താണ്? ഒരു ചെറിയ ദ്വാരം വീണ ഒരു ഷിപ്പ് പോലും മുങ്ങിപ്പോകുമെന്ന് പറയല്ലോ. ഒരു രസികൻ പറഞ്ഞ പോലെ ഒരിടത്തു നിന്നേ കണ്ണീര് വരുന്നുള്ളൂ, അതുപോലെയാണ് വരുമാനം. അതുപോലെ പലയിടത്തു നിന്നുമാണ് വിയർപ്പ് പോകുന്നത്, ഇതുപോലെയാണ് ചെലവ് എന്ന് രസകരമായി പറഞ്ഞപ്പോൾ നമുക്ക് ഈ ചെറിയ കൊച്ചു കൊച്ചു ചെലവ് ചുരുക്കൽ നടപടികൾ, ഇത് സാധാരണക്കാർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ പറയുന്നത്. എങ്കിൽ കൂടെ എത്ര സമ്പന്നർക്കും ചിലപ്പോൾ അത് ഗുണകരമായേക്കും. നമ്മൾ നോക്കുക, നമ്മുടെ വീടുമായി ബന്ധപ്പെട്ട്, വാഹനവുമായി ബന്ധപ്പെട്ട്, ഫോണുമായി ബന്ധപ്പെട്ട് ഇത്തരം കുറേ ഏരിയ നമ്മുടെ ചിലവിൽ വരുന്നുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ വാഹനം വാങ്ങുമ്പോൾ ഇപ്പം ശ്രദ്ധിക്കേണ്ടത് യൂസ്ഡ് കാർ അല്ലെങ്കിൽ യൂസ്ഡ് ബൈക്ക് വാങ്ങുക തന്നെയാണ് എന്നാണ് വിദഗ്ധർ നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതുപോലെ തന്നെയാണ് ഫ്യൂവൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ള വാഹനം. ഇന്ധനക്ഷമത കൂടണമല്ലോ, മൈലേജ് കൂടുതൽ കിട്ടണം, അത് വളരെ പ്രധാനമാണ്, അല്ലെങ്കിൽ നമ്മുടെ പോക്കറ്റ് ചോർന്നു പോകും. ഇതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ദിവസവും നമ്മൾ ഇന്ധനം അടിക്കണം. ആ ഇന്ധനം അടിക്കുന്ന സമയം വളരെ പ്രാധാന്യമുണ്ട്. അതിരാവിലെ ആണെങ്കിൽ ഉച്ചയ്ക്കും വൈകുന്നേരവും ചൂടുപിടിച്ച അന്തരീക്ഷത്തിൽ ഇന്ധനം അടിക്കുന്നതിനേക്കാൾ നമുക്ക് ഗുണപ്രദമാകും. കാരണം ഇന്ധനത്തിൻ്റെ ചൂട് വരുമ്പോൾ ഇതിന് വോളിയം കൂടുകയും നമുക്ക് കിട്ടുന്നത് അല്പം കുറയാൻ സാധ്യതയുണ്ട്. ഇതുപോലെ ബാഷ്പീകരണം, ഇവാപ്പറേഷൻ, ചൂടിൽ ഇത് ബാഷ്പീകരിച്ചു പോകും അടിക്കുന്ന സമയത്ത്. അപ്പോൾ അതും നമുക്ക് നഷ്ടമാകും. അങ്ങനെ നമുക്ക് ഈ ഒരു ലാഭം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പോർച്ചിൽ നിർത്തിയിടാൻ വേണ്ടി വാഹനം വാങ്ങാതിരിക്കുക എന്നുള്ളതാണ് നിർദ്ദേശിക്കപ്പെടുന്നത്. കാരണം അത് വലിയ നഷ്ടമാണ്. നമുക്ക് അത്യാവശ്യത്തിന് കുടുംബത്തിന് പോകാൻ ഒരു റെൻ്റേ കാർ അല്ലെങ്കിൽ ഒരു താൽക്കാലികമായി നമ്മൾ വാടകയ്ക്ക് വിളിക്കുന്ന വാഹനം അത് മതിയാകും. ഇതുപോലെ കാർ വാഷിങ്ങിന് കൊടുക്കുന്നത് പോലും നമുക്ക് ഒരു രസകരമായ ഒരു എക്സസൈസിലൂടെ വീട്ടിലെല്ലാവരും കൂടെ ആ കാറ് കഴുകുമ്പോൾ നമുക്ക് ലാഭമാണ്, നമുക്കതൊരു എൻജോയ്മെൻറ്റും ഒരു എക്സസൈസുമാണ്. ഇതുപോലെ വെറുതെ ഓടിക്കുന്ന വാഹനത്തിൻ്റെ ചെലവ് നോക്കിയാൽ നടന്നു പോകാവുന്ന അകലങ്ങൾ ആരോഗ്യത്തിന് വേണ്ടിയെങ്കിലും നമ്മുടെ കൊളസ്ട്രോൾ കുറയ്ക്കാൻ വേണ്ടിയെങ്കിലും നമ്മൾ നടക്കുമ്പം പോക്കറ്റിനാണ് അതിൻ്റെ ഗുണം കിട്ടുന്നത് എന്ന് നമ്മൾ മറന്നു പോകരുത്. സെൽഫോണിൻ്റെ ഉപയോഗം ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം വലിയ ബ്രാൻഡഡ് ആയിട്ടുള്ള വലിയ വിലേൻ്റെ ഫോൺ ആവശ്യമില്ല. കാരണം ഒരു ബിസിനസ്സുകാരന് ചിലപ്പോൾ അവൻ്റെ മോടി ജാടയും കാണിക്കാൻ, അവൻ്റെ ബിസിനസ്സിൻ്റെ വലുപ്പവും അവൻ്റെ ബാർഗനിങ് ഫോഴ്സും കൂട്ടാൻ വേണ്ടി അവനൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ടാണ് അവൻ്റെ വില കൂടിയ ബ്രാൻഡ് കാറും അവൻ്റെ വില കൂടിയ അവൻ്റെ ഷർട്ടും അവൻ്റെ വില കൂടിയ മറ്റുള്ള മൊബൈലും സാമഗ്രികളൊക്കെ അവൻ ഉപയോഗിക്കുന്നത്. അവനൊരു കച്ചവട സാധ്യത അതിൻ്റെ പിറകിലുണ്ട്. ഇതിൽ കണിഞ്ഞ് ഈ കെണിയിൽപ്പെട്ട് സാധാരണക്കാരൻ അതിൻ്റെ പിറകെ പോയാൽ വലിയ നഷ്ടം വരും എന്ന് നമ്മൾ ആലോചിക്കണം. അതുപോലെ തന്നെയാണ് സെൽഫോണ് അതിൻ്റെ പ്ലാന് തിരഞ്ഞെടുക്കുന്നിടത്ത് ഏറ്റവും ലാഭകരമായ പ്ലാനിലേക്ക്. അതുപോലെ ഫ്രീ ഓൺലൈൻ പ്ലാനുകൾ ഉണ്ടെങ്കിൽ അത് തന്നെ നമ്മൾ ഉപയോഗപ്പെടുത്തണം, IST ഒക്കെ വിളിക്കാൻ, പുറത്തേക്കൊക്കെ വിളിക്കാൻ. എന്നാൽ അതും ലാഭമാണ്. ഇതുപോലെ വീടുമായി കേന്ദ്രീകരിച്ച് വരുമ്പോൾ ഇലക്ട്രിസിറ്റിയിലുള്ള ബില്ല് കുറച്ച് കൊണ്ടുവരാൻ. കാരണം ഒരു യൂണിറ്റ് ജമ്പ് ചെയ്യുമ്പോഴേക്കും ചിലപ്പോൾ സ്ലാബ് മാറിയിട്ട് വലിയ താരിഫിലേക്ക് നമ്മൾ വീണു പോകും. അങ്ങനെയാണ് ബില്ല് പെട്ടെന്ന് ജമ്പ് ചെയ്ത് നമ്മൾ തന്നെ ഓർക്കാപ്പുറത്ത് ഇതെങ്ങനെ അത്രയൊന്നും കൂടിയിട്ടില്ലല്ലോ യൂണിറ്റ് എന്ന് തോന്നുകയും ചെയ്യും. ബില്ല് വളരെ വലിയ ബില്ല് വരികയും ചെയ്യും. കാരണം സ്ലാബ് മാറുമ്പം അതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ റേറ്റിംഗ് കൂടുന്നുണ്ട്. ഇതൊരു വലിയ കെണിയാണ്. അപ്പം മെല്ലെ ചുരുക്കിയെടുത്താൽ സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം വലിയ പോക്കറ്റ് കാലിയാവാതെ രക്ഷപ്പെടുത്താൻ പറ്റും. അതിൽ സോളാർ ഉപയോഗിക്കുക, അതുപോലെ തന്നെ LED ലാമ്പുകൾ ഉപയോഗിക്കുക, വാട്ടേജ് കുറഞ്ഞത് ഇത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ കൈകാര്യം ചെയ്യുക. അതുപോലെ ഏറ്റവും ശുദ്ധമായ ജലം, വീട്ടിൽ കിട്ടുന്ന ഏറ്റവും ശുദ്ധമായ ജലം എന്ന് പറഞ്ഞാൽ മഴവെള്ളമാണ്. ഇത് സംഭരിക്കുക, ഉപയോഗിക്കുക. മറിച്ച് നമ്മുടെ ചിലവേറിയ ഇലക്ട്രിസിറ്റി മോട്ടോർ കൊണ്ട് പമ്പ് ചെയ്ത് കയറ്റിയ വെള്ളം ഉപയോഗിക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് ഉപയോഗിക്കുക. ഇപ്പോൾ നമ്മൾ ബ്രഷ് ചെയ്യുമ്പോൾ പോലും വാട്ടർ ടാപ്പ് തുറന്നിടും. ഇതൊരു ചെറിയ കാര്യമാണെന്ന് നമ്മൾ അറിയിക്കുക. പക്ഷേ ദിവസം തോറും എല്ലാവരും ഈ പ്രക്രിയ നടത്തുമ്പോൾ കീശ കാലിയാവാൻ എളുപ്പമാണ്. അപ്പോൾ നമ്മൾ ക്ലോസ് ചെയ്യുക തന്നെ വേണം എന്നാണ് ഈ പറഞ്ഞതിന് ചുരുക്കം. ഇത് നുള്ളുനുറുങ്ങുകളാണെങ്കിലും വലിയ ആഘാതം ലോങ് ടേമിൽ ഉണ്ടാക്കാവുന്ന സംഗതികളാണ് ഈ പറഞ്ഞു പോകുന്നത്. അതുകൊണ്ടാണ് ഇത് കേൾക്കുമ്പം ചിലപ്പോൾ അരോചകമായി നിങ്ങൾക്ക് തോന്നരുത്. എത്ര ചെറിയ ആളും എത്ര വലിയ ആൾക്കും ശ്രദ്ധയിൽ നിന്ന് വിട്ടുപോകുന്ന കാര്യങ്ങളൊന്ന് ഉണർത്തുമ്പോഴാണ് ജീവിതത്തിൽ ഇതുണ്ടാക്കുന്ന വലിയ മാറ്റത്തെ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നത്. ഇപ്പോൾ ഒരു വെക്കേഷൻ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ അടുത്തുള്ള ഏറ്റവും നല്ല സ്ഥലങ്ങളിലേക്ക് കാഴ്ചകൾ കാണാൻ, ഒന്ന് ആസ്വദിക്കാൻ നമ്മൾ തിരഞ്ഞെടുക്കുമ്പം വലിയ ചിലവില്ലാതെ നമുക്ക് കാര്യങ്ങൾ നടന്നു പോകുന്നു. അതുപോലെ തന്നെ പീക്ക് ട്രാവൽ സീസണിൽ നമ്മൾ ഫ്ലൈറ്റിനോ അതുപോലെയുള്ള ബുക്കിങ്ങോ എടുക്കുമ്പം നമുക്ക് വലിയ തോതിൽ നഷ്ടം സംഭവിക്കുന്നു. ഇതും നമുക്ക് ഒഴിവാക്കാൻ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്. ഇതുപോലെ തന്നെയാണ് നമ്മൾ വാട്ടർ ബോട്ടിലുകൾ പുറത്തുനിന്ന് വാങ്ങുക. വീട്ടിൽ നിന്ന് പോകുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം വെള്ളം നിറച്ച് നല്ല ശുദ്ധമായ വെള്ളം നമ്മുടെ ബോട്ടിലെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ടിഫിൻ, നമ്മുടെ ശുദ്ധമായ ഭക്ഷണം ടിഫിനായിട്ട് ഒരു ഇലയിൽ പോലും പൊതിഞ്ഞ് നമുക്ക് സൂക്ഷിക്കാൻ പറ്റും നമ്മുടെ ബാഗിൽ. ഇതൊന്നും ശ്രദ്ധിക്കാതെ നമ്മൾ പുറത്തെ ഏറ്റവും മോശപ്പെട്ട ഭക്ഷണവും അതുപോലെ തന്നെ വില കൂടിയ വെള്ളവും ദൈനംദിന
ജീവിതത്തിലേക്ക് കൊണ്ടുവരുമ്പം പോക്കറ്റ് കാലിയാവുന്നു. ജങ്ക് ഫുഡ് തീർത്തും ഒഴിവാക്കേണ്ടതാണ് ആരോഗ്യത്തിനും നമ്മുടെ പോക്കറ്റിനും. അതുപോലെ തന്നെ മന്ത്ലി ഒരു തവണ, മാസത്തിൽ ഒരു തവണയൊക്കെ നമുക്ക് ഡിന്നറിൽ പുറത്തു പോകാം എന്നല്ലാതെ അതൊരാഴ്ചയ്ക്ക് പതിവായി തീരുമ്പോൾ നമുക്ക് വലിയ ആഘാതം ഉണ്ടാക്കും നമ്മുടെ പോക്കറ്റിന് എന്ന് മനസ്സിലാക്കുക. സോഫ്റ്റ് ഡ്രിങ്ക് തീർത്തും ഒഴിവാക്കേണ്ടതാണ്, അത് പൈസയും ലാഭമാണ്. അതുപോലെ സ്മോക്കിങ്, ഡ്രിങ്കിങ് വളരെ ആപൽക്കരമായ സൂചനകളാണ്. ഇത് ഒരുപാട് ആളുകളെ ദൈനംദിന നഷ്ടത്തിലും കഷ്ടത്തിലേക്കും കൊണ്ടുപോകുന്നതിൽ ഏറ്റവും വലിയ ഘടകം പുകവലിയും മദ്യപാനവുമാണ് എന്ന് പറയുമ്പോൾ ഏറ്റവും ഒഴിവാക്കേണ്ട പ്രധാനപ്പെട്ട ഘടകങ്ങൾ തന്നെയാണ്. ഇതുപോലെ ഹോം ഡെലിവറി, ആവശ്യമില്ലാത്ത ഹോം ഡെലിവറി ഫ്രീ അല്ലെങ്കിൽ നമ്മളത് ഒഴിവാക്കണം. ഇതുപോലെ മാഗസിൻ, വെറുതെ മേശപ്പുറത്തും ടീപ്പോയിലും കിടക്കുന്ന വായിക്കപ്പെടാത്ത മാഗസിനുകൾ ചിലവാണ്. വെറുതെ അത് നമ്മൾ പൊടി പിടിക്കാൻ വേണ്ടി വീട്ടിലേക്ക് കൊണ്ടുവരുന്നത്, അത് ഒഴിവാക്കണം. ഇതുപോലെ അടുക്കളത്തോട്ടങ്ങൾ, കൊച്ചു കൊച്ചു സംഗതികളിലെ നമ്മുടെ തക്കാളിയും വെണ്ടയും പച്ചമുളകും എന്ന് പറയുന്ന പോലെ അത്യാവശ്യ ഘടകങ്ങളെങ്കിലും നമുക്ക് ആ പിൻഭാഗത്ത് ഒന്ന് ശ്രദ്ധിച്ചാൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അത് നമുക്ക് ലാഭകരമാണ്. ഇതുപോലെ മറ്റൊന്ന് പറയുക, കോയിൻ ജാർ. കുട്ടികൾ പണ്ടേ ശീലിക്കുന്ന വീട്ടിലൊരു ഒരു ഒരു ശീലമാണ് നമ്മുടെ പഴയ വീടുകളിലൊക്കെ കോയിൻ ജാറുകൾ. അവിടെ ഇവിടെയും കിടക്കുന്ന നാണയത്തുട്ടുകൾ കുട്ടികളെ പോലും അതിന് പരിശീലിപ്പിക്കുക, അത് സംരക്ഷിച്ച് സൂക്ഷിച്ച് അത് വലിയൊരു ഒരു കാര്യമായിട്ട് കുട്ടികളുടെ ജീവിതത്തിലേക്ക് സമ്പാദ്യശീലത്തെ വളർത്തിയെടുക്കാൻ ഒരു പരിശീലനം കൂടാണ് ഈ കോയിൻ ജാറുകൾ എന്ന് നമുക്ക് മനസ്സിലാക്കി തരും. ഇതുപോലെ കമ്മ്യൂട്ട് എന്ന് പറയും. കാരണം എന്താ, ഓഫീസിലുള്ള വർക്കുകൾ വീട്ടിൽ നിന്ന് നമ്മൾ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ലാഭം പലരും അങ്ങനെ ചെയ്യുന്നുണ്ട്. ഇതുപോലെ വെജിറ്റബിൾസൊക്കെ നമുക്കിപ്പോൾ ഓർഗാനിക്കായിട്ട് നമ്മുടെ നാട്ടിലെ കർഷകർ തന്നെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ കർഷകരിൽ നിന്ന് നേരിട്ടത് കിട്ടുകയും ചെയ്യും, ശുദ്ധമായത് ലഭിക്കുകയും ചെയ്യും. നമുക്ക് ആ ഒരു ചെറിയ പൈസ ലാഭം വെക്കാൻ ഇത് സാധിക്കും. അതുപോലെ ജിമ്മിൽ പതിവായിട്ട് പൈസ കൊടുത്തുകൊണ്ട് ജിമ്മിൽ പോകാതിരിക്കുന്ന ഒരുപാട് ആളുകളെ, സുഹൃത്തുക്കളെ എനിക്കറിയാം. കൃത്യമായിട്ട് അവർ മാസവരി അതിന് സബ്സ്ക്രിപ്ഷൻ കൊടുത്തുകൊണ്ടിരിക്കും, പക്ഷേ ജിമ്മിൽ പോകില്ല. ഇത് ഒന്ന് ശ്രദ്ധിച്ചാൽ വീട്ടിൽ നമുക്ക് എടുക്കാവുന്ന യോഗയും അതുപോലെ ലഘുവായിട്ടുള്ള എക്സസൈസുകളും, നമുക്ക് വളരെ എക്സലറേറ്റിംഗ് എക്സസൈസ് എന്ന് പറയും, എൻജോയ് ചെയ്ത് ചെയ്യാവുന്ന എക്സസൈസുകൾ വരെ, ഇപ്പോൾ പാട്ടിൻ്റെ സംഗീതത്തിൻ്റെയൊക്കെ പശ്ചാത്തലത്തോടു കൂടി ചെയ്യാവുന്ന എക്സസൈസ് വരെ പ്രചാരമുണ്ട്. അപ്പോൾ അതിലേക്കൊക്കെ നമ്മളൊന്ന് ഷിഫ്റ്റ് ചെയ്യണം, മനസ്സ് വെക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഇതുപോലെ നമ്മുടെ ഗ്യാസ് ഉപയോഗവും ഫ്രിഡ്ജ് ഉപയോഗവും ഒക്കെ അലസമാകുമ്പം ഇതിൽ നിന്നുണ്ടാകുന്ന നഷ്ടങ്ങൾ, ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന ടിപ്സുകളാണ്. എങ്കിൽ കൂടെ നമ്മളൊരു ലിസ്റ്റ് ചെയ്ത് അതിൽ അച്ചടക്കം എടുത്തിട്ട് ഒരു പർച്ചേസിന് പോയി സൂപ്പർ മാർക്കറ്റിൽ കയറുന്നതും അല്ലാതെ അവിടെ പോയിട്ട് വലിയൊരു വണ്ടി ഉന്തി നീക്കി അതിൽ നിറയെ സാധനങ്ങൾ കാണുന്നതൊക്കെ വാരിക്കൊണ്ടുവരുന്നതും തമ്മിലുള്ള അന്തരം നമുക്ക് മാസങ്ങൾ വർഷങ്ങൾ പിന്നിടുമ്പോഴാണ് മനസ്സിലാവുക. ഭീകരമാണത്. അപ്പോൾ ലിസ്റ്റ്, അതുപോലെ ബജറ്റ്, ഇതിൽ ഒട്ടി നിന്നുകൊണ്ട് സ്ട്രിക്റ്റായിട്ട് ആ അച്ചടക്കത്തിൽ പോയിട്ട് പർച്ചേസ് ചെയ്യുക. അത്യാവശ്യങ്ങൾ മാത്രം. അനാവശ്യങ്ങൾ വാങ്ങിയാൽ നമ്മുടെ അത്യാവശ്യങ്ങൾ വിൽക്കേണ്ടി വരും എന്ന് പറഞ്ഞ വലിയൊരു ആപ്തവാക്യം നമ്മളിവിടെ ശ്രദ്ധിച്ചാൽ, അതുപോലെ തന്നെ ക്രെഡിറ്റ് കാർഡ്, എളുപ്പം വലിച്ചു നീക്കാവുന്ന ക്രെഡിറ്റ് കാർഡ് നമുക്കൊരു എമോഷൻ, ഒരു വൈകാരികത ഉണ്ടാക്കില്ല. പക്ഷേ അവസാനത്തിലാണ് കഷ്ടവും നഷ്ടവും നമ്മളെ തേടിയെത്തുക. അപ്പം പൈസ നമ്മുടെ പോക്കറ്റിൽ നിന്നോ നമ്മുടെ പേഴ്സിൽ നിന്നോ എടുത്തു കൊടുക്കുമ്പോൾ നമുക്ക് വലിയൊരു വേദനയായിരിക്കും. അപ്പോൾ പൈസ തന്നെ കൈകാര്യം ചെയ്യാൻ ശ്രദ്ധിക്കുക. ഈ ക്രെഡിറ്റ് കാർഡിൻ്റെ അപകടത്തിൽ വീഴാതിരിക്കുക എന്നതുകൂടെ ഇവിടെ ചേർത്ത് പറയേണ്ടതുണ്ട്. ഇതുപോലെ പലരും മ്യൂസിക് പോലും വിലയ്ക്ക് വാങ്ങി ഉപയോഗിക്കുന്ന, അതുപോലെ തന്നെ ബ്യൂട്ടി റെമഡീസ് പോലും പുറത്തുനിന്ന് വാങ്ങി ഉപയോഗിക്കുന്ന ശീലം പല കുടുംബങ്ങളിലും വ്യാപകമാവുകയാണ്. ഇതിൻ്റെയൊക്കെ കടക്കണിയാണ് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് ഈ പറഞ്ഞു വന്ന ചെറിയ ചെറിയ നുറുങ്ങുകൾ കൂടിയിട്ടാണ് വലിയ കടങ്ങളും കെണിയും അപകടവും നമുക്കുണ്ടാകുന്നത്. മാത്രമല്ല, സാധാരണ ദാരിദ്ര്യ കുടുംബങ്ങളിലാണ് ഇത്തരം അപകടങ്ങളുടെ വലിയ ദുരന്തം, ആപൽക്കരമായ ആഘാതം ഉണ്ടാകുന്നത് എന്ന് പറയുമ്പം പല കുടുംബം ഒന്നിച്ച് ആത്മഹത്യയിലേക്കൊക്കെ പോയ, മാനഹാനി പേടിച്ച്, കടക്കണി പേടിച്ച്, നമ്മളൊക്കെ വഹിക്കാൻ പറ്റാത്ത ലോഡ് നമ്മുടെ തലയിൽ വന്ന് പെട്ടിട്ട് മരണത്തിലേക്ക് ഒളിച്ചോടിപ്പോയ കുടുംബങ്ങളുടെ കഥ കൂടി കേൾക്കുമ്പോൾ ഈ പറഞ്ഞ നുറുങ്ങുകൾ തന്നെയാണ് എത്ര വലിയ സമ്പന്നൻ്റെയും കീശ ചോർത്തുന്നത്, അവൻ്റെ കടക്കണിയിലേക്ക് അവനെ കൊണ്ടുപോകുന്നത് എന്ന് മനസ്സിലാക്കുമ്പോൾ തീർത്തും സാധാരണക്കാർ ഇത് വളരെ ഗൗരവത്തിൽ കാണുക, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കാൻ ശ്രദ്ധിക്കുക, ശ്രമിക്കുക. നന്മ വരട്ടെ.